ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിന്നിവിടെ കസ്തൂരി മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാട്ടോ കാണിക്കുന്നത്. കസ്തൂരി മഞ്ഞൾ നമ്മളെ സ്കിന്നിനെ അപ്ലൈ ചെയ്യാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാരണം അതിന് ഗുണങ്ങളൊക്കെ ഒരുപാട് കൂടും. അത് കെമിക്കൽസ് ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ കഴിയുന്നതും ഉണ്ടാക്കുക. ഒരു ചെറിയൊരു മഞ്ഞളുടെ കഷ്ണം ഉണ്ടെങ്കിൽ അത് പറമ്പിലെവിടെയെങ്കിലും ഇട്ടിട്ട് കൂടുതലായിട്ട് അത് ഉണ്ടായിക്കോളും. പിന്നെ അത് നമ്മളെ ഗുണങ്ങളെന്ന് വെച്ചാൽ മുഖത്തെ ഹെയർ ഗ്രോത്തും കറുത്ത പാടും അതൊക്കെ ഒഴിവാക്കാൻ, അതായത് അതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് മുഖക്കുരു വരുന്നത് തടയാനൊക്കെ കസ്തൂരി മഞ്ഞൾപ്പൊടി സഹായിക്കും. ഓയിൽ സ്കിന്ന് മാറിക്കിട്ടും. അതേപോലെ പ്രായം തോന്നാതിരിക്കാനും സ്കിന്ന് യങ് ആയിട്ടിരിക്കുന്നതിനും സ്കിന്നിലെ ടാനുകളൊക്കെ മാറി കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിത് മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. പിന്നെ ഫേസ് പാക്ക്, ഇപ്പോൾ എല്ലാവരും ഫേസ് പാക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്നതിൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്താൽ അത്രയും നല്ലതാട്ടോ. കാരണം അത്രയ്ക്കും നമ്മളെ സ്കിന്നിന് നല്ലതാണ് ഈ കസ്തൂരി മഞ്ഞൾ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ കുറച്ച് കസ്തൂരി മഞ്ഞൾ. അങ്ങനെ അത് നമ്മൾ പറിച്ചെടുത്ത് കഴുകി ഇതങ്ങനെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലികളൊക്കെ ചുരണ്ടി പോക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് നമ്മൾ ഉണക്കിയെടുക്കണം. അതിനായിട്ട് നമ്മളിത് ഇങ്ങനെ നല്ല തൊലിയൊക്കെ വൃത്തിയാക്കി കഴുകി അതിൽ അഴുക്കൊക്കെ പോയി വൃത്തിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണേ. ഇതാ കണ്ടില്ലേ, നമ്മൾ ചെറിയ റൗണ്ടായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമ്മളത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അങ്ങനെ ഇതാ ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങി നല്ല കറകറാന്ന് പറഞ്ഞിട്ട് മുരിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണേ. അങ്ങനെ ഞാനിത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത്. നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നമുക്കിത് ബെറ്റർ ആയിരിക്കും. കാരണം നമുക്കിതിലൊരു കെമിക്കലും ഇല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതല്ലേ. അതിനോണ്ട് നല്ല സോഫ്റ്റ് പൊടിയായിരിക്കും. അതും അല്ല, ഇതിലൊന്നുമില്ലാതെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എത്രത്തോളം ബെറ്റർ ആയിരിക്കുന്നത് നമുക്ക് സ്വയം ഉണ്ടാക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും അതിന് കടയിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള ദോഷവശങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവും. അതിന് ഈ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബൗളിലോ ചെറിയ കുപ്പിയിൽ എന്തിലേലും ഒക്കെ ഇട്ട് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി. നമ്മൾ ആവശ്യത്തിന് അതിന് എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ അതൊരു കേടും കൂടാതെ ഒരുപാട് നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.